പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിശുദ്ധനും പുണ്യവാനും താപസശ്രേഷ്ഠനുമായ പരുമല മോർ ഗ്രിഗോറിയോസ് തിരുമനസ്സിലെ ഓർമ്മ ഈ ആഴ്ചകളിലായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള സഭാംഗങ്ങൾ അല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ മധ്യസ്ഥത അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയാണ്, മറ്റ് ആധ്യാത്മികമായ കൂട്ടായ്മകളിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുകയാണ്. ഈ സന്ദർഭം എൻ്റെ മനസ്സിൽ പഴയ നിയമത്തിലെ 3 പ്രവാചകന്മാർ ശ്രദ്ധേയമായി വരുന്നു. 1 മോശ, 2 യോശുവ, 3 ഏലിയാവ്. ഈ 3 പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ഈ നമ്മൾ ഓർമ്മ കഴിക്കുന്ന പരിശുദ്ധനായ പരമലമാർ ഗ്രിഗോറിയോസിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായി, പ്രകാശിക്കുന്നതായി നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും, കാണുവാൻ സാധിക്കും. മോശയെ സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു വചനം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവവും മനുഷ്യനും മുഖാമുഖം. ഇന്ന് നമുക്ക് ഈ പാഠത്തിന് നൽകാവുന്ന തലക്കെട്ടതാണ്: ദൈവവും മനുഷ്യനും മുഖാമുഖം. ദൈവവും മോശയും മുഖാമുഖം വരുന്നു. ഒരു സ്നേഹിതൻ വേറൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് മുഖാമുഖമാണ്. അത്ര കണ്ട് ആർജവത്തോടെയാണ്, അത്ര കണ്ട് ആഴമായ ബന്ധത്തിലാണ്. അതാണ് മുഖാമുഖം. ദൈവവും മനുഷ്യനും അങ്ങനെ അഗാധമായ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ അവർ മുഖാമുഖമായി വരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് പഴയ നിയമത്തിൽ മോശയുടെ ജീവിതത്തിൽ വളരെ സ്പഷ്ടമായി കാണുവാൻ കഴിയും. ദൈവവചനം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം മോശയോട് സംസാരിച്ചു എന്നാണ്. ഇതേ വചനം തന്നെ, ഇതേ അർത്ഥത്തിൽ തന്നെ ആവർത്തന പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. മോശയെ സംബന്ധിച്ചാണ്: യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങൾ അടിസ്ഥാനപരമായി എഴുതപ്പെട്ടത് മോശയാണെന്ന് നമ്മളുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം ഈ 5 ഗ്രന്ഥങ്ങളിൽ പഞ്ചഗ്രന്ഥങ്ങളിൽ ഒടുവിലത്തേതാണ്. ആ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ് 34-ാം അധ്യായം 12-ാം വാക്യം. ആവർത്തന പുസ്തകം യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശ എന്നാണ് മോശയെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്നേഹിതൻ വേറൊരു സ്നേഹിതനെ അറിയുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു. ദൈവവും മനുഷ്യനുമായി അങ്ങനെ ആഴമായൊരു ബന്ധത്തിൽ വന്നെത്താൻ കഴിയും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മറ്റ് ലോകത്തിലുള്ള പല സൃഷ്ടിജാലങ്ങളുണ്ടല്ലോ.
ഈ സൃഷ്ടിജാലങ്ങൾ എല്ലാം തന്നെ അവയുടെ മുഖം നോക്കുമ്പോൾ ഭൂമിക്ക് സമാന്തരമായി വരും. ഭൂമിയിലേക്ക് ചില സന്ദർഭങ്ങളിൽ ഭൂമിയിലേക്ക് മാത്രം നോക്കുന്നു. ചില മൃഗങ്ങൾ അങ്ങനെയാണ്, എപ്പോഴും ഭൂമിയിലേക്ക് മാത്രം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അവന് നിവർന്നു നിൽക്കാം, ശിരസ് ഉയർത്താം, കൈ മലർത്താം. ദൈവസന്നിധിയിലേക്ക് അവൻ തൻ്റെ ശരീരത്തെ ഉയർത്തിപ്പിടിക്കാം. അവൻ്റെ മനസ്സും അങ്ങനെ തന്നെ. എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ്റെ ഈ ശാരീരികമായ ഘടന തന്നെ ദൈവത്തോട് മുഖാമുഖം വരുവാനാണ്. യു ആൻഡ് ഐ ആൻഡ് യു, വി ആർ ഫ്രണ്ട്സ് എന്ന് നമ്മൾ അഭിമാനം കൊള്ളുമല്ലോ. നമ്മളുടെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സ്നേഹിതന്മാരെ സംബന്ധിച്ച്. ഹി ഈസ് മൈ ഫ്രണ്ട്. ഹു ഈസ് എ ഫ്രണ്ട്? എ ഫ്രണ്ട് ഈസ് വൺ who talks face to face, who is close and who is open. വളരെ അടുത്ത ബന്ധമാണ്. ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ it indicates the closeness of the relationship, the openness of the relationship. ആ ബന്ധത്തിൻ്റെ ആർജവമാണ്, ആ ബന്ധത്തിൻ്റെ അടുപ്പമാണ് പ്രത്യേകമായി സൂചിതമാവുന്നത്. കുഞ്ഞുങ്ങളെ, ഈ അവസരത്തിൽ മോശയിൽ നിന്ന് നമ്മൾ പഠിക്കുവാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ഇവിടെ അടിവരയിടുന്നത്. എന്താണത്? നമുക്ക് ദൈവത്തെ ഒരു സ്നേഹിതനെ പോലെ നമുക്ക് കാണാൻ കഴിയും, അടുത്ത് ചെല്ലാൻ കഴിയും, ശിരസ്സുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനോട് പ്രാർത്ഥിപ്പാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, ദൈവത്തിൽ നിന്ന് മറച്ച് ഒന്നുമില്ല. അകവും പുറവും ഒന്നു തന്നെയാണ്, അവ തമ്മിൽ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. വാക്കും പ്രവൃത്തിയും ഒരേപോലെ വരും. വാക്കൊന്ന്, പ്രവൃത്തി വേറൊന്ന് എന്ന അകലം ഒട്ടും തന്നെ ഇല്ല. ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ല എന്ന് സാരം. ദൈവത്തിന് അഭിമുഖമായി വരണം, ദൈവത്തെ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ദൈവമുഖത്തേക്ക് നോക്കാനും അവനെ കാണാനും ഉത്കടമായ ഒരു അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും വേണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളിലേക്ക് തിരിഞ്ഞ് ഒരു സ്നേഹിതനോടെന്ന പോലെ നമ്മളോട് സംവദിക്കും, നമ്മളോട് സംസാരിക്കും. ഈ ഒരു ആഴമായ ബന്ധത്തിലേക്ക് ഉയരുവാൻ നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം, അവനെ അന്വേഷിക്കാം. നമ്മളുടെ ജീവിതത്തിൻ്റെ സമഗ്രഭാവവും സമസ്ത തലങ്ങളും ദൈവതിരുസന്നിധിയിൽ അഭിമുഖമായി വരുവാൻ ഒന്നും മറയ്ക്കാതെ പൂർണ്ണമായും അവൻ്റെ തിരുഹിതത്തിന് അനുസരണമായി അനുരൂപപ്പെടേണ്ടതിന് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. ദൈവവും മനുഷ്യനും മുഖാമുഖം, ഇത് കാണിച്ചു തരുന്നതാണ് പഴയ നിയമത്തിലെ മോശയുടെ ജീവിതം. അത് എക്കാലവും മാതൃകയാണ്. പരുമല തിരുമേനി അങ്ങനെ ജീവിതത്തെ ദൈവവുമായി മുഖാമുഖമാക്കി ഇന്നും നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം, പാഠം പഠിക്കാം. അങ്ങനെ ഒരു ജീവിതം വളർത്തിയെടുക്കുവാൻ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.